താമരശ്ശേരി കട്ടിപ്പാറ ഫ്രഷ് കട്ട് ഫാക്ടറി പൂട്ടാൻ ഉത്തരവ്. മലിനീകരണ നിയന്ത്രണ ബോർഡാണ് ഉത്തരവിട്ടത്. കഴിഞ്ഞ 7 വർഷമായി ഫ്രഷ് കട്ട് ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് ഉണ്ടാക്കിയതെന്ന് പി.കെ. ഫിറോസ് എം.എൽ.എ. പറഞ്ഞു. സമരം ചെയ്ത ജനങ്ങളെ ഭീകരവാദികളെ പോലെ നേരിട്ടാണ് ഇടത് സർക്കാർ സ്വീകരിച്ചത് എന്നും എം.എൽ.എ. ആരോപിച്ചു. ഫ്രഷ് കട്ട് അടച്ചുപൂട്ടുമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനം അധികാരത്തിലെത്തി 2 മാസം കഴിഞ്ഞപ്പോഴേക്ക് പാലിച്ചെന്നും പി.കെ. ഫിറോസ് പറഞ്ഞു. ഒരേ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ നിരവധി എഫ്ഐആറുകൾ ചുമത്തി അവരെ ദിവസങ്ങളോളം മാസങ്ങളോളം ജയിലടക്കുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഈ കമ്പനി ഉണ്ടാക്കുന്ന ദുർഗന്ധം എല്ലാവർക്കും ബോധ്യമായിട്ട് പോലും ആ കമ്പനിയെ സഹായിക്കുന്ന ഒരു നിലപാടാണ് കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചതെങ്കിൽ ഈ കമ്പനി അടച്ചുപൂട്ടുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങളുടെ വാഗ്ദാനം. UDF സർക്കാർ അധികാരത്തിൽ വന്നു 2 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഈ കമ്പനി ഫ്രഷ് കട്ട് എന്ന് പറയുന്ന മാലിന്യമുണ്ടാക്കുന്ന കമ്പനി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായ തീരുമാനമാണ് ഇന്ന് സർക്കാർ എടുത്തിട്ടുള്ളത്. ആകാശ് തരത്തിൽ ചേരുന്നു കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ആകാശ്, വലിയ പ്രതിഷേധം ഉണ്ടായ ഒരു സമരമാണ്, നമ്മൾ മുൻപ് ഒക്കെ കണ്ടതാണ്. ഇത് 7 വർഷമായി ജനങ്ങൾ ആ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു, പരാതികൾ പറഞ്ഞിരിക്കുന്നു. പക്ഷേ പലപ്പോഴും ഇത്തരത്തിൽ ഇടയ്ക്ക് ചില നടപടികളൊക്കെ ഉണ്ടായെങ്കിൽ കൂടി പിന്നീട് അത് വീണ്ടും തുടരുന്നതാണ് കണ്ടത്. ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെ ഒരു നടപടി എടുക്കുകയാണ്, കമ്പനി അടച്ചുപൂട്ടുകയാണ്. തീർച്ചയായും രുചീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. ഫാക്ടറി പൂർണ്ണമായി അടച്ചുപൂട്ടണമെന്നതാണ് ഇപ്പോൾ ഇറക്കിയ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുന്നത്. അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിലെ ഈ അമ്പായത്തോട് ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. ഈ മഴയിൽ വെള്ളം കയറുകയും ഈ ഫാക്ടറിയിൽ ഉൾപ്പെടെ വെള്ളം കയറിയ ഒരു സാഹചര്യം, ഫാക്ടറിയിൽ നിന്നുള്ള ഈ അറവ് മാലിന്യങ്ങൾ പുഴയിലേക്കും മറ്റു വീടുകളിലേക്കും ഒഴുകിയെത്തിയ ഒരു സാഹചര്യം അവിടുത്തെ MLA ആയിട്ടുള്ള പി.കെ. ഫിറോസ് തന്നെ സ്ഥലത്തെത്തി സന്ദർശിക്കുകയും അപ്പോൾ തന്നെ പഞ്ചായത്ത് അധികൃതർക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാനായി ഉത്തരവ് നൽകുകയുമായിരുന്നു. അതിനുശേഷം ഇന്നലെ തന്നെ പി.കെ. ഫിറോസ് മുഖ്യമന്ത്രിയും കൂടാതെ തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയെയും പോയി കണ്ടു. ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു വ്യക്തത അവർക്ക് വരുത്തിയതിന് ശേഷം മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്ന് ഒരു സുപ്രധാന തീരുമാനമെത്തുന്നു. ഫ്രഷ് കട്ട് അടച്ചുപൂട്ടണമെന്ന് കൃത്യമായി പറയുന്നു. ഈ അവിടെ വയലേഷൻ ഉണ്ടായി, അവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. കൂടാതെ തന്നെ ഇവിടെയുള്ള കുടുംബങ്ങൾക്കും ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഒരു നടപടിയിലേക്ക് കടന്നത്. 7 വർഷമായി ഫ്രഷ് കട്ട് അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് നിരവധി തവണ അവിടെ സമരങ്ങളും പ്രതിഷേധങ്ങളും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും മുഖ്യ ചർച്ചാ വിഷയം മാറിയത് ഈ ഫ്രഷ് കട്ട് അറവ് മാലിന്യശാലയായിരുന്നു. അതിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, സമരവുമായി ആളുകൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഇതെല്ലാം ഉണ്ടായി. ഇവർക്കെല്ലാം ആശ്വാസം തരുന്ന ഒരു ഉത്തരവാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ വലിയ രീതിയിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇന്ന് തന്നെ ഇവർ നഗരത്തിലിറങ്ങുകയും വലിയ രീതിയിൽ ആഘോഷ പരിപാടികൾ നടത്തുകയും ചെയ്തു. ഇവരുടെ 7 വർഷത്തോളമായ ഏറെക്കാലത്തെ ദുരിതത്തിനാണ് ഇപ്പോൾ ഒരു അറുതി വന്നിരിക്കുന്നത്. അതിൽ അവർ സ്ഥലം MLA ആയ പി.കെ. ഫിറോസിന്റെ ഇടപെടൽ കൂടി ഇവർ പറയുന്നു. നമുക്കറിയാം, അറവ് മാലിന്യശാലയുമായി ബന്ധപ്പെട്ട് നിരന്തരം പരാതികൾ. താമരശ്ശേരി കട്ടിപ്പാറ ഫ്രഷ് കട്ട് ഫാക്ടറി പൂട്ടാൻ ഉത്തരവിട്ടിരിക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്.